പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഏപ്രിൽ മാസം 24-ാം തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നമുക്കേവർക്കും അനുഗ്രഹത്തിന്റെ ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. ദ ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് 7 നാം ഇപ്രകാരം വായിക്കുന്നു: എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കാം. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഇസ്രയേൽ ജനത്തെ മിസ്രൈമിൽ നിന്നും അടിമത്വത്തിൽ നിന്നും വിടുവിച്ച് കനാൻ നാട്ടിലേക്കുള്ള പ്രയാണത്തിന് നേതൃത്വം വഹിക്കുവാൻ ദൈവം നിയമിച്ചാക്കിയത് മോശയായിരുന്നു. എന്നാൽ 120-ാം വയസ്സിൽ മോശ മൗണ്ട് നെബോയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലായി ഈ ലോകത്തോട് വിട പറഞ്ഞു. തുടർന്ന് ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ ദൈവം നിയോഗിച്ചത് മോശയോട് ചേർന്ന് സകല കാര്യങ്ങളെ മുന്നിട്ട് നിന്ന നൂന്റെ മകനായ യോശുവയാണ്. ആ യോശുവയെ ദൈവം ഇസ്രായേൽ ജനത്തിന്റെ 2-ാമത്തെ നായകനായി നിയമിച്ചുകൊണ്ട് അരുളി ചെയ്യുന്ന വാക്കുകളാണ് പ്രത്യേകാൽ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഇവിടെ ഈ വാക്യങ്ങൾ നമുക്കേവർക്കും സുപരിചിതമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ യാത്രയിൽ ഇങ്ങനെയുള്ള ഓരോ പ്രത്യേക ഘട്ടങ്ങളിൽ നാം ഇത് പങ്കിടാറുണ്ട്. എന്നാൽ ഇന്ന് ജീവജലത്തിൽ കൂടെ ദൈവജനം നമുക്ക് നൽകുന്ന ആലോചന ശുഭമായിരിക്കുവാൻ എന്ത് ചെയ്യണം. വേദപുസ്തകത്തിൽ ശുഭം എന്ന വാക്ക് സർവ്വസാധാരണമാണ്. അനേക ദൈവദാസന്മാരെ കുറിച്ച് അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുമുണ്ട്. ഇവിടെ യോശുവോട് പറയുകയാണ്, നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കണം. അതിനെന്ത് ചെയ്യണം? ദൈവം മോശയോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും നീ അതുപോലെ അനുസരിക്കണം. അതിൽ നിന്നും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്, മാറരുത്. ഇതാണ് നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കുവാനുള്ള ഏക സൂത്രവാക്യം. ഈ പ്രഭാതത്തിൽ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രത്യേകിച്ച് എൻ്റെ യുവജന സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ചെന്ന് ചേരുന്ന മേഖലകളിൽ ഏറ്റവും ബെസ്റ്റ് ആകുവാൻ, ഏറ്റവും നല്ലതാകുവാൻ അഘോര പ്രയത്നം ചെയ്യുന്നവരാണ്. അതെ, നമ്മെക്കുറിച്ച് എല്ലാവരും നല്ലത് പറയണം. ഏറ്റവും ഉന്നതമായ നിലയിൽ എപ്പോഴും നിലകൊള്ളണം. കമ്പനിയുടെ, കോളേജിന്റെ, ഇൻസ്റ്റിറ്റ്യൂഷന്റെ, യൂണിവേഴ്സിറ്റിയുടെ, ഭവനത്തിലെ, സമൂഹത്തിലെ, സഭയിലെ, ഗായക സംഘത്തിലെ, സൺഡേ സ്കൂളിലെ, സംഘടനകളിലെ എല്ലാ മേഖലകളിലും ബെസ്റ്റ് ആയിരിക്കണം. നല്ലതാണ്, നല്ല കാര്യമാണ്, അങ്ങനെ തന്നെ ആവട്ടെ. പക്ഷെ ഇതിനൊക്കെ നമ്മൾ സ്വീകരിക്കുന്ന മാർഗം എന്താണ്? നിർഭാഗ്യവശാൽ പലരും കുറുക്കുവഴികൾ തേടുന്നു. അനാവശ്യമായി കള്ളം പറയുന്നു, മറച്ചു വെക്കുന്നു,
ഒഴിവാക്കുന്നു, മറ്റുള്ളവരെ കുത്തിനോവിക്കുന്നു, മറ്റുള്ളവർക്കെതിരെ അപവാദങ്ങൾ, പ്രചരണങ്ങൾ നടത്തുന്നു എന്നു വേണ്ട, ആത്മീയ ലോകത്ത് സെക്കുലർ ലോകത്തുള്ളതിനെക്കാട്ടിലും കൂടുതലായ അനേക അനാവശ്യ കാര്യങ്ങൾ നടപ്പിലാക്കി അവരവരുടെ നല്ല സ്ഥാനങ്ങൾ ഉറപ്പിക്കുകയാണ്. അങ്ങനെ ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, സഹോദര, ഞാൻ ശുഭമായി നിലകൊള്ളേണ്ടതിന് മറ്റൊരാളെ ചവിട്ടി താഴ്ത്തിയോ മറ്റൊരാളെ ഒഴിവാക്കിയോ മറ്റൊരാളെ കുറിച്ച് നമുക്കൊന്നും അറിയാത്ത ഗോസിപ്പ് പറഞ്ഞോ ആരോ എന്തോ പറഞ്ഞത് കേട്ട് അത് ഏറ്റുപാടുകയോ പണം കൊടുത്ത് സ്വാധീനിക്കുകയോ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മോശം കാര്യങ്ങൾ ചെയ്താണോ ഞാൻ നല്ലവനാണ്, നല്ലവളാണ് എന്ന് തെളിയിക്കുന്നത്? അല്ല, അത് പാപമാണ്, തെറ്റാണ്. അതിനധികം ആയുസ് ഉണ്ടാവുകയില്ല. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം പറയുന്നു, നാം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നാമുമായി ബന്ധപ്പെട്ട സകല മേഖലകളും ശുഭകരമായിരിക്കണമെങ്കിൽ, നന്മയായി ഭവിക്കണമെങ്കിൽ, അനുഗ്രഹമായി തീരണമെങ്കിൽ ദൈവവചനത്തിൽ നിന്നും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. അതായത് ദൈവവചനത്തിൽ മാലിന്യം ചേർക്കരുത്. എന്റെ കാര്യസാധ്യത്തിന് വേണ്ടി അതിനെ വളച്ച് ഒടിക്കരുത്. ദൈവവചനം വെച്ച് കള്ളസത്യം ചെയ്യരുത്. ദൈവവചനത്തെ മറയാക്കരുത്. ശുഭകരമാവുകയില്ല. ഇപ്പോൾ താൽക്കാലികമായി നേടി, ജയിച്ചു, എല്ലാവരുടെയും മുമ്പിൽ നല്ല സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി, എന്നാൽ അതിനധികം ആയുസില്ല. ദൈവപൈതലേ, എന്നാൽ ചിലർ ഇപ്പോൾ വേദന, നിന്ന, പരിഹാസം, ദുഷി, നഷ്ടം, പ്രതികൂലം, പ്രതിസന്ധി ഒക്കെ നേരിടുകയാണ്. എന്തിനാണ്? സത്യത്തിന് വേണ്ടി നിലകൊണ്ടതിന്, ദൈവവചനത്തിന് വേണ്ടി നിലകൊണ്ടതിന്. അങ്ങനെയുള്ള സഹോദരങ്ങൾ, മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നോ? നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ഈ വേദന മാറും, ഈ നിന്ന മാറും, ഈ പരിഹാസം മാറും. സത്യം മാത്രമേ വിജയിക്കൂ. നിങ്ങൾ സത്യത്തിനു വേണ്ടി, വചനത്തിനു വേണ്ടി സത്യസന്ധമായി നിലകൊണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവമക്കളെ, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതം ശുഭകരമാകും. ഇത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. അതുകൊണ്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ നിങ്ങളുടെ പ്രവർത്തന, കർമ്മ, പഠന മണ്ഡലങ്ങളിൽ, ആത്മീയ ശുശ്രൂഷ മേഖലകളിൽ ശുഭകരമായി മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിനുവേണ്ടി അഘോര പ്രയത്നം ചെയ്യുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, ഒരു കുറുക്കുവഴിയും അതിനില്ല, ഒരു സൂത്രവാക്യങ്ങളും അതിനില്ല, ഒരു മറുവഴിയും അതിനില്ല. യോശുവയോട് ദൈവം പറയുകയാ, നീ ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്, മാറരുത്. മോശ ദൈവത്തെ എങ്ങനെ അനുസരിച്ചോ, വചനം, ന്യായപ്രമാണം എങ്ങനെ പാലിച്ചുവോ, അതുപോലെ നീ പാലിക്കണം, അനുസരിക്കണം. ഈ നാളുകളിൽ ദൈവവചനത്തെ ചോദ്യം ചെയ്യാതെ, എന്റെ അഭിപ്രായങ്ങൾ കൂട്ടിക്കലർത്താതെ ദൈവവചനത്തെ വളരെ ആത്മാർത്ഥതയോടെ ഉൾക്കൊള്ളുകയും അനുസരിക്കുകയും ചെയ്യുക. നിശ്ചയമായും ഞാനും നിങ്ങളും നമ്മുടെ തലമുറയും കർത്താവിന്റെ വരവ് വരെ ശുഭകരമായി പോകുവാൻ തമ്പുരാൻ ഇടയാക്കും. ഇന്ന് ജീവജലം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ശ്രോതാക്കളും ദൈവവചനം പറയുന്ന ശുഭകരമായ ജീവിതത്തിന്റെ
ഉടമകളും അവകാശികളുമാകുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. നിങ്ങളുടെ സമസ്ത മേഖലകളെയും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഒരു ശുഭകരമായ ജീവിത പര്യവസാനം നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങളുടെ തലമുറ ദൈവവചനപ്രകാരം ശുഭകരമായി പടർന്ന് പന്തലിക്കട്ടെ. നിങ്ങളുടെ ശുശ്രൂഷ മേഖലകൾ വളരട്ടെ, ഉയരട്ടെ, അതിർവരമ്പുകൾ വിസ്തൃതമാവട്ടെ. അങ്ങനെ ദൈവകൃപയിൽ നിലനിന്ന് ശുഭകരമായ ജീവിതത്തിന്റെ ഉടമകളായി കർത്താവിനെ സേവിക്കുവാനും സാക്ഷിക്കുവാനും സർവശക്തനായ ദൈവം ഇന്നത്തെ ദിനം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഏറെ സഹായിക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. അഖിലാണ്ടത്തിന്റെ ഉടയവനും സൃഷ്ടിതാവുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾ ശുഭകരമായി ജീവിക്കണം എന്നത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. എന്നാൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ശുഭകരമായി ജീവിക്കുവാൻ പല പോംവഴികളും കുറുക്കുവഴികളും തേടുമ്പോൾ അങ്ങയുടെ ദാസനായ യോശുവയോട് പറഞ്ഞ വാക്കുകൾ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായി തീരണമേ. അങ്ങയുടെ വചനത്തിൽ നിന്നും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ വചനം അതുപോലെ അനുസരിക്കുമ്പോൾ ഞങ്ങൾ ചെല്ലുന്നിടത്തൊക്കെയും ശുഭകരമായി തീരുമെന്ന് യോശുവയോട് പറഞ്ഞ വചനം ഇതാ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ യാത്രകൾ, ഞങ്ങളുടെ ബിസിനസ്, ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ കുടുംബജീവിതം, ഞങ്ങളുടെ ആത്മീയ ജീവിതം, സഭാജീവിതം, സാമൂഹ്യ ജീവിതം, ഞങ്ങളുടെ തലമുറകൾ എല്ലാം സ്വർഗീയ വചനത്താൽ ശുഭകരമായി മുൻപോട്ട് പോകുവാൻ അപ്പൻ സഹായിക്കണം. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങൾ ഞങ്ങൾ നിറച്ചുകൊള്ളണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യവും ഉദ്ദേശവും ആഗ്രഹവും ശുഭകരമായി നല്ലതായി ജീവിക്കണം എന്നതാണ്. അതിന് നാം എന്ത് ചെയ്യണം? യോശുവയോട് ദൈവം പറഞ്ഞത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. വചനത്തിൽ നിന്നും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ വചനമായി ഉൾക്കൊണ്ട് അനുസരിച്ച് ദൈവകൃപയോടെ ജീവിച്ച് ശുഭകരമായ ജീവിതത്തിലേക്ക് നാം പോകുക മാത്രമല്ല, അനേകരെ നയിക്കുവാനും അങ്ങനെ നിത്യതയുടെ തുറമുഖത്തെത്തുവാനും സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.